ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മടപ്പുരയിലെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ് മുത്തപ്പൻ്റെ മടപ്പുരയുള്ളത്. അതെൻ്റെ വീഡിയോസ് മുന്നേ കാണുന്നവർക്കറിയാം. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ഞാനും ലച്ചും കിച്ചും കൂടി മടപ്പുരയിൽ പോയി. അവിടെ എത്തുമ്പോൾ ഗണപതി ഹോമമെല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു. നമ്മൾ അവിടെ എത്തി എല്ലാം തൊഴുത് പ്രസാദവും വാങ്ങി. അത് കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റാണ്. അങ്ങനെ കൊടിയേറ്റെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. അപ്പം എല്ലാ വർഷവും ഉത്സവത്തിൻ്റെ സമയത്ത് ഞാൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ കൊടിയേറ്റ് കാണുന്ന ഈ വർഷം ആദ്യമായിട്ട് വന്നിട്ടാണ്. ആ ഒരു സമയത്ത് ഞാൻ അവിടെ എത്തിയോണ്ട് കണ്ടു. അങ്ങനെ പ്രസാദമെല്ലാം കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നേരെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളെല്ലാം തേച്ച് കഴുകുന്നു, ആവശ്യത്തിനുള്ള വെള്ളം പിടിച്ച് വെക്കുന്നു. പിന്നെ ഞാൻ പച്ചക്കറി അരിയാനൊന്നും നിന്നില്ല. ഞാൻ തേങ്ങ ചിരണ്ടേണ്ട സെക്ഷനിലേക്കാണ് പോയത്. നമ്മൾ ഏടെ ഉത്സവത്തിന് പോയാലും നമ്മളെ നാട്ടിലെ ഉത്സവം അതൊരു വേറെ വൈബ് തന്നെയാണല്ലേ. കഴിഞ്ഞ വർഷമൊന്നും ലച്ചൂട്ടി ഹെൽപ്പ് ചെയ്യാനൊന്നും വിടൂല കേട്ടോ, തോളത്ത് തന്നെ കയറിയിരിക്കും. പക്ഷേ ഇപ്രാവശ്യമൊക്കെ എല്ലാ പിള്ളേരിലും ഉള്ളതുകൊണ്ട് അവരൊപ്പം തന്നെ കളിയായതുകൊണ്ട് എനക്ക് എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനെല്ലാം പറ്റി. അങ്ങനെ ഒരു 11-11:30 ആകുമ്പോൾ നമ്മൾ കട്ടൻ ചായയും അവിയലും മിച്ചറെല്ലാം കൂട്ടി തിന്ന്. അതിൻ്റെ ഇടയ്ക്ക് ലച്ചൂട്ടി എന്തിനോ കുഴപ്പാക്കി. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഓടീനി പെട്ടെന്ന്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് തേങ്ങയെല്ലാം ചിരണ്ടിയെല്ലാം വെച്ച് എല്ലാം കഴിയുമ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കഞ്ഞിയും പൊയ്ക്കും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്ക് നല്ല ചൂട് കഞ്ഞിയും പൊയ്ക്കെല്ലാം കുടിച്ച് വീണ്ടും ബാക്കി പരിപാടിയെല്ലാം തുടങ്ങി. അപ്പോൾ ഷൈക്കാണെങ്കിൽ ഭയങ്കര പണിത്തിരക്കായിട്ട് ഓനെ നമ്മൾ തെയ്യത്തിന് ഇന്ന് കണ്ടിട്ട് വരില്ല. ഓന് പണിത്തിരക്കായതുകൊണ്ട് രാവിലെ തന്നെ പോയിനി. കഞ്ഞി കുടിക്കേണ്ട സമയമാകുമ്പോൾ ഉള്ളി, വെണ്ടയ്ക്ക, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞ് തേങ്ങയെല്ലാം ചിരണ്ടി എല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് ഓരോരുത്തരെ അവരവരെ വീട്ടിൽ പോക്കൽ തുടങ്ങി. അങ്ങനെ ഞാനും വേഗം വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ അച്ഛൻ ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും വൈകുന്നേരത്തെ പരിപാടിക്ക് പോകാൻ. അങ്ങനെ ഞാൻ വേഗം ചിക്കൻ കറി വെച്ച്, പിന്നെ തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു. എല്ലാവരും അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ഭക്ഷണമെല്ലാം കഴിക്കുക. അഥവാ ആർക്കെങ്കിലും അടുക്ക് തിന്നാൻ പോകാൻ പറ്റാണ്ട് വീട്ടിൽ കയറി വന്നാലുള്ള ഭക്ഷണം സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ചോറും ചിക്കൻ കറിയും ആക്കി വെച്ച്, എന്നിട്ട് വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞിട്ട് കുടിക്കേണ്ട ചായ വരെ ഞാൻ ആ ഒറ്റയിൽ സെറ്റാക്കിയിട്ട് വെച്ച്. എൻ്റെ ഇടയ്ക്ക് ലച്ചോട്ടി എന്തെല്ലോ കുഴപ്പാക്കുന്നുണ്ടേനു. ഞാൻ നോക്കി TV വെച്ച് കൊടുത്തിട്ട് കാർട്ടൂൺ കണ്ടോയെന്ന് വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നിനി. അമ്മ ആ സമയത്ത് അമ്പലത്തിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് തരുമെല്ലാം ചെയ്യും. അപ്പോൾ ഷൈജു പണിക്ക് പോയിട്ടല്ലേ ഉള്ളേ, അപ്പോൾ അവൻ രാത്രിക്ക് തന്നെ എത്താൻ പറ്റുമോ അറിയില്ല. രാത്രിയും കൂടി പണിയെടുക്കണം എന്നെല്ലാം പറയുന്നുണ്ടേനു. എന്നാലും ഞാൻ വെച്ചിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാണ്ട് വെച്ചാൽ പരിപാടി കഴിയുമ്പോൾ എല്ലാം വരുന്നുണ്ടെങ്കിലും ഭക്ഷണമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അങ്ങനെ വേണമെങ്കിൽ ചിക്കനെല്ലാം പൊരിച്ച് വെച്ച് വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം ലച്ചൂട്ടീനെ ഒരുക്കിയിട്ട് മടപ്പുരയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മടപ്പുരയിൽ വെള്ളാട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി വരാമെന്നിട്ട് അമ്മേനെയും ലച്ചൂട്ടീനെയും വെള്ളാട്ടം കാണാൻ വേണ്ടി പറഞ്ഞോട്ടിനി. പക്ഷെ ഞാൻ ഒരുങ്ങിയിട്ടെല്ലാം പോകുമ്പോൾ വെള്ളാട്ടം തുള്ളിയിട്ട് കുറി കൊടുക്കൽ തുടങ്ങിനി. അങ്ങനെ അവിടെ എത്തുമ്പോൾ എല്ലാവരും വേഗം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അടിയിറക്കുള്ള കുട്ടികളെല്ലാം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേഗം പോയി ഭക്ഷണമെല്ലാം കഴിച്ച്. ഭക്ഷണം ഭയങ്കര ഇഷ്ടപ്പെട്ടിന് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗുളികൻ്റെ വെള്ളാട്ടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടപ്പുരയിൽ ഈ വർഷം ആദ്യമായിട്ടാണ് ഗുളികൻ്റെ വെള്ളാട്ടം കെട്ടിയാടുന്നത്. ഗുളികൻ തെയ്യം കെട്ടിയാടിക്കാനുള്ള സൗകര്യം മടപ്പുരയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഗുളികൻ്റെ വെള്ളാട്ടം കെട്ടാമെന്നുള്ള തീരുമാനം എടുത്തത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മൾ കുറേ സമയം നിന്ന് വെള്ളാട്ടം കണ്ടു. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് മടപ്പുരയിൽ
വീട്ടിലേക്ക് അടിയറ എടുത്ത് വരാനുണ്ട്. അപ്പോൾ അതിനുള്ള കുട്ടികളെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള വീട്ടിലേക്ക് പോയി. നമ്മൾ താലപ്പൊലി എടുക്കുന്ന പിള്ളേർക്ക് പട്ടുപാവാടയും കുപ്പായമാണ് എല്ലാ പ്രാവശ്യം ആക്കൽ. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സാണ് പിള്ളേർക്കെല്ലാം സെറ്റ് ചെയ്തിന്. അപ്പോൾ നമുക്കത് ഒരുക്കിയിട്ടും ചെയ്തിട്ടൊന്നും ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരുക്കൽ തുടങ്ങി. അപ്പോൾ മേക്കപ്പിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും നമുക്കൊന്നുമില്ല. പക്ഷേ എല്ലാവരും ഒന്നിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരുവിധം പിള്ളേരെല്ലാം ഒരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടിയറേൻ്റെ പരിപാടികളെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നായിക്കോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ കുഞ്ഞു പിള്ളേരല്ലേ, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എങ്ങനെയല്ലോ പിടിച്ച് ഒപ്പിച്ചെടുത്തു. അവസാനം വെള്ളാട്ടവും ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ലച്ചുട്ടി വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടാണ്. ലച്ചു ഉറങ്ങുന്ന സമയത്ത് ഷൈജു പണിയും കയറി വന്നിട്ടുണ്ടായിനി. ഞാൻ ഷൈജുവിൻ്റെ അടുത്ത് ലച്ചുവിനെ ഉറക്കിയിട്ടാണ് വീണ്ടും തിരിച്ച് മടപ്പുരയിലേക്ക് വന്നത്. ലച്ചു ഉണ്ടെങ്കിൽ ഈ പരിപാടിക്കൊന്നും എന്നെ വിടൂലല്ലോ. അതുകൊണ്ട് ഞാൻ മുന്നേ തന്നെ അവളെ ഉറക്കി. ഓക്ക് വലുതാകുമ്പോൾ എല്ലാം കാണാമല്ലോ. ഇപ്പോൾ ഉറക്കം പിടിച്ചിരുത്തിയിട്ട് കാണിക്കാനൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. മഞ്ഞും കാര്യങ്ങളെല്ലാം അല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത വർഷമെല്ലാം ആകുമ്പോൾ ഓൾ കുറച്ച് ഉഷാറാവൂലേ, അന്നേരം ഓളെയും വൃത്തിക്ക് പരിപാടിയെല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. 12 മണിയെല്ലാം ആകുമ്പോൾ നമ്മൾ അടിയറ തുടങ്ങുക. അപ്പോൾ ഒരു 11:30 എല്ലാം ആകുമ്പോൾ നമുക്ക് സെറ്റാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ തുടങ്ങി. പിള്ളേർ എന്തെല്ലാം അറിഞ്ഞിട്ടാണോ ആ മുഖം എനിക്ക് കാട്ടിത്തരുന്നതെന്ന് ഉള്ളൊരു ഇതിലാണ് നമ്മളവിടെ ഇരിക്കുന്നുണ്ടായത്. അപ്പോൾ നമ്മളെ മേക്കപ്പെല്ലാം സൈഡ് നടക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് ബോർഡ് വരയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ആ ബോർഡ് വരയിൽ കുറേ ആൾക്കെല്ലാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ മക്കളെല്ലാം മേക്കപ്പെല്ലാം ചെയ്ത് അവിടെ എത്തുമ്പോൾ അടിയറയിൽ പിടിക്കേണ്ട താലപ്പൊലിയെല്ലാം അവർ അവിടെ നിന്ന് എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേനു. അതുകൊണ്ട് നമുക്ക് പോയ പാടന്നെ പരിപാടിയെല്ലാം തുടങ്ങാൻ പറ്റി. അങ്ങനെ അവിടെ പോയി പിള്ളേരെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ ഒരുക്കിയ പിള്ളേർക്ക് വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ നമ്മൾ ഒരുക്കങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. തീരെ അറിയാത്തവരാണ് ചെയ്തതെങ്കിലും പക്ഷെ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുങ്ങിയിട്ടെല്ലാം കാണാൻ വേണ്ടിയിട്ട് വലിയ തരക്കേടില്ലാണ്ട് നമ്മളെല്ലാം വാരി.